ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ചിത്രകലയുടെ ബാലപാഠം ചെറിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെർസ്പെക്റ്റീവ്, വാനിഷിങ്, നമ്മളതിനെക്കുറിച്ച് ഒരുപാട് നേരത്തെ 2-3 ക്ലാസ്സുകൾ എടുത്തിരുന്നതാണ്. എന്നാൽ വാനിഷിങ്ങിൻ്റെ ഒരു വളരെ കൃത്യമായ ഒരു നല്ല എക്സാമ്പിൾ പറയാം എന്ന് കരുതിയാണ് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. ഒരു കുഞ്ഞൻ വീഡിയോ ആണ്, അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഞാനിത് വരയ്ക്കുമ്പോൾ ഒരുപക്ഷെ എന്താണ് വരയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് പറയുക. അപ്പോൾ ഓരോ വര വരുമ്പോഴും നമുക്കറിയാമല്ലോ ഇന്നതാണ് വരയ്ക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് അന്നേരം വരുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒന്ന് പറയൂ. അപ്പോൾ നമുക്ക് ആ ചിത്രം നല്ല രസകരമായി മാറ്റുവാൻ കഴിയും. നമ്മൾ ചതുരം ഉപയോഗിച്ച്, സ്ക്വയർ ഉപയോഗിച്ച് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ത്രികോണം ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അല്ലേ? പലതരത്തിലുള്ള ത്രികോണങ്ങൾ, പലതരത്തിലുള്ള ചതുരങ്ങൾ, പലതരത്തിലുള്ള വൃത്തങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ളൊരു ഡ്രോയിങ് ആണ് സത്യത്തിൽ ഇതെല്ലാം. ഇത് നമ്മൾ സാധാരണ കുട്ടികൾ മാത്തമാറ്റിക്സിൽ അല്ലേ കണക്ക് പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ജോമെട്രിക്കൽ ഫിഗറുകൾ എന്ന് പറയുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ത്രികോണം വരയ്ക്കുന്നു. ആ ത്രികോണം വരയ്ക്കുമ്പോൾ ആ ഒരു ത്രികോണം ഞാൻ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടൊരു വര വരച്ചു. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സെൻറ്റർ വരത്തക്കത്തിൽ മുകളിലൊരു കുത്തിട്ടു. അതിനെ നമ്മളൊരു ത്രികോണമായിട്ട് വരച്ചു. ഇത് നമ്മളൊരു ചിത്രമാണ് വരയ്ക്കാൻ പോകുന്നത്. ത്രികോണമല്ല വരയ്ക്കുന്നത്, ഇനി ഒരു ചിത്രമാണ് വരയ്ക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നു. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ ജസ്റ്റ് ഏത് ചിത്രമായിരിക്കും വരാൻ പോകുന്നതെന്നൊരു ഐഡിയ ഉണ്ടാകും. ഇനി അടുത്ത ഒരൊറ്റ വര വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ വരയ്ക്കാൻ പോകുന്ന ചിത്രം ഏതാണെന്ന് അല്ലേ? ഓക്കെ, ഏതാണ്ട് ഇപ്പം നിങ്ങളുടെ മനസ്സിൽ തന്നെ ആ ചിത്രം, അതിൻ്റെ പേര് നിങ്ങളുടെ മനസ്സിൽ തന്നെ വന്നു കഴിഞ്ഞു. ഒരു 90% ആൾക്കാരുടെയും മനസ്സിൽ, ഇത് കാണുന്നവരുടെ മനസ്സിൽ ആ ചിത്രം ഇതെന്താണ് വരയ്ക്കാൻ പോകുന്നതെന്ന് ഉറപ്പായി കഴിഞ്ഞു അല്ലേ? സ്വാഭാവികമായിട്ടും വരയ്ക്കാൻ പോകുന്നത് ഒരു വീടാണ് അല്ലേ? വീടായിട്ടല്ലേ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആ വീട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് വരയ്ക്കാൻ പോവുകയാണ്. വീടിൻ്റെ മുകൾവശം ഞാൻ കുറച്ചൊന്ന് പോയിട്ടുള്ള ആ പോയിൻ്റ് അതൊന്ന് കുറയ്ക്കുകയാണ്. അതൊന്ന് എറൈസ് ചെയ്ത് കളയുന്നു. അങ്ങനെ അറ്റം വരെ നമുക്ക് വേണ്ട, മുകൾവശം നേരെ ഇരിക്കട്ടെ എന്ന് കരുതി ടോപ്പിങ്ങിന് തന്നെ വരട്ടെ അല്ലേ? ഇനി നമുക്ക് വേണ്ട എന്താണ്? വീടിൻ്റെ ഒരു വാതിലാണ് വേണ്ടത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഇത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇത് വരയ്ക്കാൻ പോകുന്നത് അതിൻ്റെ വാതിൽ ആണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ നേരെ ചതുരം പോലെയാണ് വാതിൽ വരുന്നത്. പക്ഷേ ഇത് ഞാൻ ഒരു ഇച്ചിരും കൂടെ ഒരു ഡിസൈൻ അല്ലേ ഇങ്ങനെ ഒന്ന് ഇത് ഇങ്ങോട്ടും വരച്ചു. ഒന്നും കൃത്യമൊന്നുമല്ല എങ്കിൽ പോലും പെട്ടെന്നൊന്ന് വരയ്ക്കുന്നു. നോക്കിക്കോണേ, ഇത് ഇങ്ങനെയും വരച്ചു. അപ്പോൾ ഇത് അതിൻ്റെ വാതിലായി. ആ വാതിലിൻ്റെ മുകളിൽ ഒരു കൊച്ചൊരു കിളിവാതിൽ പോലെ രസം ഞാൻ ഇരിക്കട്ടെ. ഓക്കെ, അതിനുശേഷം ഈ വര നേരെ വരുന്നിടത്ത് ഒരു ഇച്ചിരി ഇങ്ങോട്ട് നീക്കി നമ്മളൊരു ചെറിയൊരു കട്ടിങ് ഇവിടെ കൊടുക്കുന്നു. സെയിം സ്ഥലത്ത് ഇവിടെയും നമ്മൾ ചെറിയ കട്ടിങ് കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോണം എന്തിനാണെന്ന്. വീടിന് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും കട്ടിങ് ഒന്നും വേണമെന്നില്ല. ഇതിൽ ഓടിടുകയോ അല്ലെങ്കിൽ പോക്കറ്റ് ലൂക്കോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കണ്ടേക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയായി. ഇപ്പോൾ ഇത് ശരിക്കും ഒന്ന് നോക്കിക്കേ, വീടാണോ ഇത്? അല്ല. വീടിൻ്റെ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. ആദ്യം കുറേ വരകൾ വന്നതൊക്കെ വീടിൻ്റെ ഷേപ്പുകളിലായിരുന്നു. മറിച്ച് ഇതിപ്പോൾ എന്താണ്? ഇത് കൃത്യമായി പറയാൻ ഒരു പക്ഷേ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഒരു 4-5 പേർക്കേ ഒരു പക്ഷേ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ചിത്രം നേരത്തെ കണ്ടിട്ടുള്ളവർക്കും ആണെങ്കിൽ ഒരു പക്ഷേ ബോധ്യപ്പെടാം. ഇത് ശരിക്കും ഇതൊരു ബെഞ്ചാണ് വരച്ചിരിക്കുന്നത്. നോക്കിക്കേ, നമ്മുടെ തടി കൊണ്ടുണ്ടാക്കുന്ന, നമ്മുടെ സ്കൂളുകളിൽ ട്യൂഷൻ സെൻറ്ററിലൊക്കെ കിടക്കുന്ന ബെഞ്ചില്ലേ, ആ ഒരു ബെഞ്ചാണിത്. ഇത് ബെഞ്ചിൻ്റെ കാലാണ്. ഇത് ബെഞ്ചിൻ്റെ ടോപ്പ് പലകയാണ് അല്ലേ, മുകളത്തെ പലക ഇങ്ങനെ ഇങ്ങോട്ടിരിക്കുന്നു. ഓക്കെ, എപ്പോഴും ഇത് ബെഞ്ചാണെന്ന് വിശ്വസിക്കാൻ കഴിയാത്തവർ ഒരു പക്ഷേ ഉണ്ടാകാം. വിരളെണ്ണാവുന്നവർ ഉണ്ട്. നമ്മൾ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ
ആ ചിത്രം ഏതാണ് വരയ്ക്കുന്നതെന്ന് മുൻകൂട്ടി ഒരു ധാരണയിലാണ് നമ്മളിതിനെ കാണുന്നതെങ്കിൽ ഇത് വീടായിട്ട് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ മനസ്സിലായി ഇത് ബെഞ്ചാണെന്ന്. ബെഞ്ചിൻ്റെ മുകൾവശം പലക അങ്ങോട്ട് പോയേക്കുന്നു. യഥാർത്ഥത്തിൽ പലകയുടെ ഇവിടത്തെ വീതി തന്നെയാണ് ഇവിടെയും ഉള്ളത്. അതിനെയാണ് നമ്മൾ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് ദൂരോട്ട് പോകുമ്പോൾ അത് ചെറുതായി വരുന്നു, അതൊരു പോയിന്റിൽ ചെന്ന് നിൽക്കുന്നു. ആ പോയിന്റിനെ നമ്മൾ വാനിഷിങ് പോയിന്റ് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഒരു ഒറ്റ പോയിന്റിലാണ് ഇത് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 1 പോയിന്റ് വാനിഷിങ് അല്ലേ. 2 2 പോയിന്റ് വാനിഷിങ് എന്ന് പറഞ്ഞാൽ 3 അത് 3 പോയിന്റ് വാനിഷിങ് എന്ന് പറയും. അങ്ങനെ പോയിന്റുകൾ മാറി മാറി വരുന്നതനുസരിച്ച് അങ്ങനെ പോയിന്റുകളുടെ എണ്ണത്തിനനുസരിച്ച് അതിൻ്റെ വാനിഷിങ്ങിന് വ്യത്യാസം സംഭവിക്കും. ഐഡിയ മനസ്സിലായോ? ഇതിപ്പോൾ എന്താണ്? പൂർണ്ണമായി ഒരു ബെഞ്ചാണെന്ന് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഒരുപക്ഷെ ഇത് ബെഞ്ചാണെന്ന് ഇപ്പോഴും വിശ്വസിക്കാത്തവർ ഇത് ഒന്നുകൂടെ ഈ വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കിത് ബെഞ്ചായിട്ട് തോന്നും. പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ വാനിഷിങ് എന്ന് പറയുന്ന ഇതിനെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ല ഉദാഹരണം ആണ് ഇതെന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.